മുഖ്യമന്ത്രി ആയിട്ടില്ല. നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നത് വരെ എന്തായാലും മുഖ്യമന്ത്രി ആയിട്ടില്ല. ചർച്ച ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരുപാട് പേര് ഇപ്പോൾ KCക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവരുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി നിൽക്കുന്നവരുണ്ട്, VD സതീശന് അനുകൂലമായി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് ഇപ്പോൾ ഷാഫി പറമ്പിൽ യുവനിരയുടെ ഒരു പ്രതികരണം എന്താണെന്നാണ്. നമുക്കറിയാം ഷാഫിയുടെയൊക്കെ ഒരു അനുകൂലം KCക്കാണ് അവർ അനുകൂലമെന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പാണ്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ യാതൊരുമേ പ്രതികരണം നടത്തി. നമുക്കറിയാവുന്നതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ വിഷയത്തിലും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫേസ്ബുക്കിലൂടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ മുഖ്യമന്ത്രി കസേര അടിയിൽ ഒരു പ്രതികരണം പോലും രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മറിച്ച് രാഹുലിൻ്റെ ഈ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സുകളിൽ UDF പ്രവർത്തകർ തന്നെ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത്തരത്തിലൊരു കമൻറ്റ് ഞാൻ തുടക്കത്തിലൊന്ന് വായിക്കുകയാണ്. പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം, താങ്കൾ വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിൽ കൂടി ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. താങ്കൾ കൂടെ ഉൾപ്പെട്ടിരുന്ന കോൺഗ്രസ് പാർട്ടി ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ സാധാരണ പ്രവർത്തകർക്കും ഒരു വികാരമായിരുന്നു. താങ്കളുടെ ഒരു മോശം സമയത്ത് താങ്കൾക്ക് സംഭവിച്ച കാര്യത്തിൽ ഒരുപക്ഷെ താങ്കളെക്കാൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ താങ്കളെ പൂർണ്ണമായിട്ടും പിന്തുണച്ച ഒരു സാധാരണ പാർട്ടി പ്രവർത്തകരാണ് ഞങ്ങൾ. അന്ന് മുതൽ ഇന്ന് വരെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നമനത്തിനായി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരാണ് ഞങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി എങ്ങനെ വാദിച്ചിരുന്ന പ്രവർത്തകരാണ് ഞങ്ങൾ. അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പ്രിയപ്പെട്ട VDSന് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ ഞങ്ങൾ VDSനെയും സ്നേഹിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് VD സതീശന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ഒരു പ്രവർത്തകൻ പറയാണ്. മറ്റൊരു പ്രവർത്തകൻ പറയാണ്, താങ്കളും ഷാഫിയും കൂടി ഗ്രൂപ്പ് കളിച്ച് KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്കുള്ള പണി, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വീട്ടിലിരുത്തും. നിങ്ങളെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സപ്പോർട്ട് ഇനി ഉണ്ടാകില്ല. അങ്ങനെ ആകെ മൊത്തം നോക്കുമ്പോൾ ഒരു ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുലിനും ഷാഫിക്കും എതിരെ നിൽക്കുന്നു പ്രവർത്തകർ. VDക്ക് ജനപിന്തുണ ഏറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തോന്നുന്നു സാറിന്, എന്ത് തോന്നുന്നു? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് വികാരം. എന്തോന്നായി കോൺഗ്രസ് വികാരം എന്ന് പറഞ്ഞു? VDക്ക് അനുകൂലമായിട്ടൊരു VD സതീശൻ ആകണം മുഖ്യമന്ത്രി എന്നൊരു ഒരു വികാരം, അവരാഗ്രഹം. അവിടെയാണ് പഠിച്ചത്. വികാരമല്ല വേണ്ടത്. ആർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവർക്കും വിവേകമാണ് ഫസ്റ്റ്. വിവേകം. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയതും അതാണ്. തന്നെ സ്നേഹമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ വിളിച്ച അവരോടൊപ്പം പോയി. വിവേകമില്ലായിരുന്നു ആ പ്രവൃത്തിക്ക് പിന്നിൽ. ആ വികാരമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തുലച്ചത്. ഈ കോൺഗ്രസ് വികാരം എന്ന് പറഞ്ഞാൽ അല്ല, അത് പാടെ കോൺഗ്രസ് വികാരം. എന്തോന്ന് വികാരം? ഇത് വികാരം ഇതൊരു പെൺകുട്ടിയാണോ? യവനയുക്തയായ ഒരു പെൺകുട്ടി നിൽക്കുകയാണോ ഇങ്ങനെ വികാരം തോന്നാൻ വേണ്ടി? അല്ല, ഇത് മുത്തശ്ശി പ്രായമായിട്ടുള്ള എത്ര വർഷങ്ങൾ പഴക്കമുള്ള 100ഓളം വർഷം പഴക്കമുള്ള ഒരു മുത്തശ്ശിയാണിത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. അതിന് വിവേകമില്ല. പിന്നെ ഏത് പാർട്ടിക്കാണ് വിവേകം ഉണ്ടാവുക? വിവേകത്തോടു കൂടിയ സമീപനം ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴത്തെ പോലെ രാഷ്ട്രീയ വനവാസം വേണ്ടി വരികയില്ലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ജനിച്ച് ഒരു ഉജ്ജ്വലതാരമായിട്ട് പ്രശോഭിക്കാൻ, ഒരു തിരുത്തൽ ശക്തിയായിട്ട്, യുവതർക്കിയായിട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അത് കഴിയാതെ പോയതിൻ്റെ കാര്യം ഈ വികാരമാണ്. അങ്ങനെ ആരെങ്കിലും വന്ന് കണ്ണു കാണിച്ചാൽ, ക്ഷണിച്ചാൽ, പ്രലോഭിപ്പിച്ചാൽ അങ്ങനെ നഷ്ടപ്പെടേണ്ട വിവേകമല്ല, വിവേകമാണ് വികാരം എന്ന് പറയുന്നത്. കോൺഗ്രസ്സുകാരത് കാണിക്കരുത്. കോൺഗ്രസ് വികാരം ആ വാക്കേ തെറ്റാണ്, അശ്ലീലമാണ്. പാർട്ടിക്ക് വിവേകമാണ് വേണ്ടത്, വികാരമല്ല. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ, ഈ സോഷ്യൽ മീഡിയ അവിടെ രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ എല്ലാം വിളിച്ചല്ലോ, ഡൽഹിക്ക് വിളിച്ചല്ലോ. MLA ഭൂരിപക്ഷവും കിട്ടിയത് വേണുഗോപാലിനാണെന്നുള്ളത് പുറത്തു വന്നിട്ടുണ്ട്. മുകുൾ വാസ്നിക്ക് അത് പറയാതെ പത്രക്കാരോട് കാണിച്ചും കൊടുത്തു, എഴുതി വെച്ചതല്ലേ. 63 ഭൂരിപക്ഷം പേരുടെ. മറ്റേതൊക്കെ അതിൻ്റെ പകുതി പോലും വരുന്നില്ല പിന്തുണ VD സതീശനും മറ്റേ രമേശ് ചെന്നിത്തലയ്ക്കും. രമേശ് ചെന്നിത്തല ഇപ്പോൾ ഒഴിവായി കഴിഞ്ഞു എന്ന് സ്വയം മാറി കൊടുത്തു. VD സതീശൻ എനിക്കായേ പറ്റൂ എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നും പറഞ്ഞ് ഒരേ നിലയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എൻ്റെ ബോധ്യമാണ്. അറബിക്കടൽ ഇളകി വന്നാലും ഞാനൊട്ടും മാറുകയില്ല എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്ക് മുഖ്യമന്ത്രി ആയേ പറ്റൂ. എൻ്റെ VD സതീശ, ഈ ബാക്കി 63 MLA അവകാശം തന്നെ താങ്കൾക്കുള്ളൂ. You are not the one who is more equal than others. നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ വേണ്ടി മാത്രമാണ്. ഇവൻ്റെ 63 പേരെയും നിങ്ങളെ മാത്രമേ ജയിപ്പിച്ചുള്ളൂ. 63 പേരെയും ജയിപ്പിച്ചു. അത് നിങ്ങളുടെ എന്ത് പ്രകടനം കൊണ്ടാണ്? ഒരു കുന്തവുമില്ലെന്നേ.
നിങ്ങൾ നല്ല വെളുത്ത ജൂബയിൽ നല്ല വെളുത്ത കാറിൽ കയറി വന്ന് ഇന്നോവയിൽ കയറി വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ജനപ്രീതിയുണ്ട്. എന്ത് സമരമാണ് നിങ്ങൾ, എന്ത് പ്രതിപക്ഷ നേതാവിൻ്റെ റോളാണ് നിങ്ങൾ നയിച്ചത്? അവിടെ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവിൻ്റെ റോളിൽ പ്രശോഭിച്ചയാളാണ്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല എത്ര അഴിമതി കഥകളാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിനെ പോലെ പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾ എന്ത് കൊണ്ടുവന്നു, എന്ത് കുന്തം കൊണ്ടുവന്നു? ഒന്നുമില്ല. പുനർജനി കേസ് ഇപ്പോൾ നിങ്ങളുടെ പേരിൽ പുനർജനിക്കും. കൂടുതലങ്ങ് വീരസം എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കിടക്കുന്നത് നിങ്ങളെ കൊടുക്കാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുങ്ങിയതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ കൊടുക്കും പുനർജനി കേസ്. കാരണം കേന്ദ്ര ഗവൺമെൻറ് ഒന്ന് വിചാരിച്ചാൽ മതി, ദാക്ഷിണ്യം കൊണ്ടോ അനുതാപം കൊണ്ടോ അവരൊന്നും ചെയ്യാതിരിക്കുകയാണ്. നിങ്ങളതിൽ കുടുങ്ങും. മനസ്സിലായില്ലേ? അനുവാദം കൂടാതെ വിദേശത്ത് പോയി ഫണ്ട് പിരിക്കുക എന്ന് പറയുന്നത് അതിവിടെ കൊടുക്കുന്ന കേസല്ല, പെറ്റി കേസല്ല. അത് നല്ല ബുദ്ധി വേണം. അതുകൊണ്ട് അത്ര എങ്ങ് ഞെളിയുകയോ ഞാൻ തന്നെ ആക്കാവൂ എന്നുള്ള വാദങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. പിന്നെ കമൻറ്റ് ബോക്സിൽ വരുന്ന ആളുകൾ വികാരപരമായിട്ട് പ്രതികരിക്കുക. ഈ വികാരപരമായ പ്രതികരണങ്ങളാണ് കോൺഗ്രസിനെ കുഴപ്പത്തിൽ ചെന്ന് ചാടിക്കുക. വിവേകപരമായിരിക്കണം പ്രകടനം, അത് ബുദ്ധിപരമായിരിക്കണം. അതാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. വികാരപരമായിട്ട് അങ്ങ് പ്രതികരിക്കുകയല്ല, മുമ്പേ കണ്ട് ഭാവിയെ കണ്ട് 10 വർഷം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2047 കണ്ടുകൊണ്ടുള്ള പ്രതികരണം, 2070 അതാണ് കാർബൺ ന്യൂട്രൽ രാഷ്ട്രമായിട്ട് ഇന്ത്യയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളത്. അതിനാണ് ഹൈഡ്രജൻ, ഗ്രീൻ ഹൈഡ്രജനും അതുപോലെ തന്നെ സോളാർ പവറും ഇലക്ട്രിക് വെഹിക്കിൾസും ഒക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരുന്നത്. 2070 കംപ്ലീറ്റ് പെട്രോളിൻ്റെ ആവശ്യം നമുക്കില്ലാതായിത്തീരും. പക്ഷേ സമയമെടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ദീർഘവീക്ഷണപരമായ കോൺഗ്രസിൻ്റെ ഭാവിക്ക് വേണ്ടി എന്ത്, അതിനിപ്പോൾ ഏത് മുഖ്യമന്ത്രിയാണ് നല്ലത്? ഈ കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. താങ്കളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ കോൺഗ്രസ് MLAമാരെല്ലാം ജയിച്ചു വന്നിരിക്കുന്നത് കാറിന് എങ്ങനെ ഇന്ധനം വേണോ അതുപോലെ പണം വേണം തിരഞ്ഞെടുപ്പ് ജയിക്കാൻ. ഈ പണം ആരാ സ്വരൂപിച്ചത്? കോൺഗ്രസിൻ്റെ ഫണ്ട് വല്ലതും ഉണ്ട്. KC വേണുഗോപാലാണ് സ്വരൂപിച്ചത്. അതില്ലെങ്കിൽ കാർ അവിടെ കിടക്കുകയുള്ളൂ, കാർ ഓടത്തില്ല ഇന്ധനമില്ലെങ്കിൽ. പണമില്ലെങ്കിൽ ഇവരാരും വിജയിക്കാൻ പോകുന്നില്ല. ഓരോ MLAക്കും ചിലവാക്കാവുന്ന പരമാവധി തുക 25 ലാക്സ് എന്ന് പറയുന്നുണ്ടല്ലോ. 25 വല്ലതും ആണോ ഈ പ്രചാരണം കൊഴുത്തത്? എത്ര ലക്ഷങ്ങൾ അതിൽക്ക് എത്ര ഇരട്ടിയാണ് മുടക്കിയിരിക്കുന്നത്? അങ്ങനെ തന്നെയാണ് ജയിച്ചത്. അതിന് ഒരു ക്ഷാമവും ഈ പ്രാവശ്യം ഉണ്ടായില്ല. ആർക്കും കടം ബാങ്കിൽ നിന്നെടുത്ത് കടക്കാരനാവേണ്ടി വന്നില്ല. പണത്തിൻ്റെ സ്രോതസ് എന്ന് പറഞ്ഞാൽ ഇത് ആരാണ്? KC വേണുഗോപാലാണ്. ഈ പണം വെറുതെ കിട്ടിയതല്ല, ഈ പണത്തിന് പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട് ആരിത് കൊടുത്ത ആൾക്കാർ. അത് കൊടുക്കണമെങ്കിൽ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാവണം. ഈ കണക്ക് കൂട്ടൽ കേന്ദ്രത്തിന് മുമ്പേ ഉണ്ട്. അതുകൊണ്ടാണ് KC വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവരുടെ ആവേശമൊക്കെ തണുത്ത് കഴിയുമ്പോൾ ആക്കാമെന്ന് കേന്ദ്രം സ്ക്രിപ്റ്റ് എഴുതി വച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങളെയൊക്കെ തള്ളി പറഞ്ഞത് 3 പേരും കൂടെ. നിങ്ങൾ 3 കൂടെ ചേർന്ന് തള്ളി പറയാമെന്നാണ് പറഞ്ഞത്. അന്നേരം KC വേണുഗോപാൽ VD സതീശനെ നോക്കിയൊരു നോട്ടം കണ്ടായിരുന്നു. അതിലറിയാം അവരെത്രമാത്രം ഐക്യപ്പെട്ട് കഴിഞ്ഞുവെന്ന്. രൂക്ഷമായിട്ടുള്ള നോട്ടമാണ്, ക്രൂരമായിട്ടുള്ള നോട്ടമാണ്. അപ്പോൾ അവിടെ കോൺഗ്രസ്സിന് ഒന്നുകിൽ നിങ്ങൾ ജയിക്കുക അല്ലെങ്കിൽ തോൽക്കുക. ജയിക്കണമെങ്കിൽ പണം വേണം. ആ പണം ഉണ്ടാക്കിയ ആളിനെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു തീരുമാനം. അവർ വിചാരിച്ചാൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ? ആകെ 3 സംസ്ഥാനങ്ങളിലേ ഉള്ളൂ കോൺഗ്രസ്. അവിടുത്തെ അപ്പം ദേശീയ തലത്തിലില്ല. അപ്പോൾ കോൺഗ്രസ്സിന് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ അത് കഴിവും പ്രാപ്തിയും ഉള്ള ഒരാൾ വേണം. ഈ 3 സംസ്ഥാനങ്ങളിൽ 2 എണ്ണം തെക്കൻഡ്യൻ സംസ്ഥാനങ്ങളിലാണ്. അവിടുന്ന് പണം സമാഹരിക്കാൻ കഴിവുള്ള 2 നേതാക്കളുണ്ട്. ഒന്ന് DK ശിവകുമാറും മറ്റൊന്ന് KC വേണുഗോപാലുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് KC ഫണ്ട് റേസറിനെ അവർക്കപ്പോൾ വേണം. പിണറായി അത്രയും CPMൽ പ്രസക്തനായതും ഹി വാസ് എ ഫണ്ട് റേസർ. സോ ഹി വാസ് ഇനോവേറ്റബിൾ. അതുകൊണ്ടാണ് പിണറായിയുടെ കാര്യത്തിൽ ഇളവുകൾ നൽകിയത്. പണമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെയും വിജയത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ചാലക ശക്തിയാകുന്നു എന്നുള്ള സത്യം ഇന്നാരും നിഷേധിക്കുന്നില്ല. ആദർശങ്ങളൊക്കെ അപ്പുറം, പ്രത്യയശാസ്ത്രങ്ങളും അതിനപ്പുറം. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. വേണം എന്തെങ്കിലും വേണം. മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു റേസറായിട്ടുള്ള ആൾക്ക് അത് കൊടുക്കുക എന്നുള്ള തീരുമാനമാണ് കേന്ദ്രം ഏറെക്കാലം രഹസ്യമായി സൂക്ഷിച്ചിട്ടുള്ളതും ഇപ്പോൾ പുറത്ത് വന്നതും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അവിടെയാണ് അപ്പോൾ ഈ വികാരങ്ങൾ പ്രകടിപ്പിച്ചിട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്യണം? KCയുടെ വഴിക്കേ കാര്യങ്ങൾ പോകും. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് വേണം? അദ്ദേഹം ഒരു MLA സ്ഥാനാർത്ഥി പോലുമല്ല.
ഷാഫി പറമ്പിൽ. എല്ലാത്തിലും പ്രതികരിക്കുന്ന ഒരു ജനകീയനായ നേതാവെന്ന രീതിക്കാണ് രാഹുലിനോട് ആൾക്കാർ ചോദിക്കുന്നത്. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഈ വിഷയത്തിൽ? താങ്കളുടെ സപ്പോർട്ട് പ്രതികരിക്കാത്തതിനാണോ? എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? പ്രതികരിച്ചാൽ ഇവിടെ ഇപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ഇന്ത്യ പ്രതികരിക്കാതിരിക്കുന്ന പോലെ തന്നെയാണ്. എവിടെ പ്രതികരിച്ചിട്ട് ആരെ അനുകൂലിച്ചാലും അവിടെ കോൺട്രവേഴ്സി ആവും. ഇനി ഞാൻ വേറെ ചില പ്രതികരണങ്ങൾ പറയാം. നമ്മൾ നമുക്ക് കിട്ടിയതാ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞാണ് അതിനകത്ത് ഏറ്റവും. തിരുവഞ്ചൂർ എന്താ അവർ പരിഗണിക്കാത്തത്? കൊടിക്കുന്നിൽ സുരേഷിന് എന്താ മുഖ്യമന്ത്രിയായിട്ട് പരിഗണിക്കാത്തത്? അവർക്ക് എന്താ കുഴപ്പം? VD സതീശന് മാത്രമേ കൊടുക്കാവൂ. അവർക്ക് വേണ്ടി എന്താ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതുന്നവർ ആരും ചിന്തിക്കാത്തത്? ഗ്ലാമർ ഇല്ലാത്തതുകൊണ്ടോ അവർക്ക്? തിരുവഞ്ചൂർ പറഞ്ഞത് എന്താണെന്നറിയോ? അവിടെ രാഹുൽ ഗാന്ധിയോട് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അല്ലാതെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇട്ടതല്ല. ആരെ വേണമെങ്കിലും ആക്കാം, ഒരു കുഴപ്പമില്ല, ഒരു പ്രതിഷേധവും ഉണ്ടാവില്ല. MM ഹസൻ MLA MP-മാരുടെ ഭൂരിപക്ഷം ഉള്ള MLA-മാരിലും MP-മാരിലും ഭൂരിപക്ഷം ആർക്കാണോ അവർക്ക് കൊടുക്കണം. ദാറ്റ് മീൻസ് KC വേണുഗോപാൽ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ ഇവരെല്ലാവരും പറഞ്ഞു KC വേണുഗോപാൽ എന്ന്. K മുരളീധരൻ പറഞ്ഞു VD സതീശന് വികാരമുണ്ട്. ഈ വികാരമാണ് പ്രശ്നം. ഇതെന്തോ വികാരം വളക്കുന്ന ബാരോമീറ്റർ ഉണ്ടോ? പൊതുജന വികാരം, ആ വികാരമല്ലേ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അപ്പോൾ നീ വേറൊരു മാനദണ്ഡം വികാരത്തിൻ്റെ അളക്കാനാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ കോൺഗ്രസ്സുകാരനെ സ്ഥാനാർത്ഥിയാക്കി വെക്കും. അതാരാ കിട്ടിയത്? എനിക്കറിയില്ല, ഞാൻ ഓർക്കുന്നു. നമുക്ക് നോക്കി പറഞ്ഞെങ്കിലേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പറയാം ഏറ്റവും കൂടുതൽ വികാരമുള്ള അയാൾക്കാണ്, അതുകൊണ്ട് അയാൾക്ക് കൊടുക്കാം എന്ന് പറയും. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നെനിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലായതിന് റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചതിന് സ്ഥാനാർത്ഥിയാക്കിയില്ല. അതിന് കാരണം VD സതീശനാണ്. അതിനുണ്ടായ ഒരു കാവ്യനീതിയാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് ഇപ്പോൾ നാണക്കടയേണ്ടി വന്നത്. ഒരു തെറ്റ് ചെയ്ത വ്യക്തിക്കെതിരെ ശക്തമായൊരു നിലപാടെടുത്തു. അത് ഇങ്ങനെയാണ് തെറ്റാകുന്നത്, അല്ലെങ്കിൽ തെറ്റെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അത് തെറ്റിൻ്റെ കേസ് ഇപ്പോൾ KC വേണുഗോപാലിനെതിരെ ഉണ്ടല്ലോ. ഭൂരിപക്ഷം MLA-മാരും അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്തല്ലോ. അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴ നോക്കി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ സരിതാ നായർ കൊടുത്ത കേസ് അത് തീർന്നിട്ടില്ല. ആ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് ആ കേസ്. അപ്പം ഇവർ അധികാരത്തിൽ വരുമ്പോൾ അതൊക്കെ ഇല്ലാതാക്കി കളയും. അത് ഭരണപരമായിട്ടുള്ള ആര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാലും അവരെ ആ സ്ഥാനത്ത് നിന്ന് ഇറക്കാൻ പാകത്തിനുള്ള ബോംബുകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ആയുധപ്പുരയിൽ. അപ്പോൾ KC വേണുഗോപാൽ വരികയാണെങ്കിൽ ഈ സരിതാ വിഷയമൊക്കെ ഉയർത്തുമെന്ന് ഒരു വശത്ത് ധ്വനിയുണ്ട്. അടുത്ത് VD സതീശൻ വരികയാണെങ്കിൽ സാറ് പറഞ്ഞത് പുനർജനി ഒരു ബോംബായിട്ട് നിൽപ്പുണ്ട്. അവിടെയാണ് ഞാൻ ഈ തിരുവഞ്ചേരി രാധാകൃഷ്ണനൊക്കെ നമിക്കുന്നത്. വളരെ കൂളായിട്ട് അദ്ദേഹത്തെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തൊന്ന് മാറ്റി രമേശ് ചെന്നിത്തല വന്നിട്ട് വളരെ കൂളായിട്ടും ചിരിച്ചുകൊണ്ട് നിന്നു. വികാരപരവശരായില്ല. വികാരത്തോടു കൂടി എന്നെ ഇങ്ങനെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് തീരും. വികാരം ഭരിക്കാൻ തുടങ്ങിയാൽ കോൺഗ്രസ് തീരും. വിവേകം നിലനിർത്തിയാൽ കോൺഗ്രസിനെ നിലനിർത്തും. ഇത് മാത്രമേ എനിക്ക് അവസാനം പറയും. ഈ വികാരം എന്നുള്ള വാക്ക് അതൊരു ഓക്സിമറോണാണ്. അനാവശ്യമായിട്ടൊരു വാക്കാണ്, ഒരു വിരുദ്ധ വാക്കാണ്. അത് കൊടുക്കരുത്. വികാരമല്ല, വിവേകം, പക്വത. ഇതായിരിക്കണം കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക. ഓക്കെ, അപ്പോൾ എന്തായാലും സാർ പറഞ്ഞതുപോലെ പ്രവർത്തകരൊക്കെ വലിയ ഒരു രോഷത്തിലാണ്. VD വേണം. അപ്പോൾ വികാരമല്ല, വിവേകത്തോടെ ചിന്തിക്കാൻ പ്രവർത്തകർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ വളരെയധികം നന്ദി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.